നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രഷ് ഉടമയെ കളിക്കാവിളയിൽ കാറിനുള്ളിലിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദീപു സോമനെ കൊലപ്പെടുത്തിയത് മലയം സ്വദേശി അമ്പിളി ഒറ്റയ്ക്കായിരുന്നില്ലെന്ന നിഗമനത്തിൽ പോലീസ്. എന്നാൽ കൊലക്കുറ്റം സംബന്ധിച്ച അമ്പിളി കാരണമായി പറഞ്ഞത് വിചിത്ര മൊഴിയാണ്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. കടബാധ്യത മൂലം ജീവിതം പ്രതിസന്ധിയിലായ ദീപു കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണ് കൊല നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കമാണെന്നാണ് പോലീസ് കരുതുന്നത്. അതിനാൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയം. മറ്റൊരാളെ കുറിച്ചുകൂടി സൂചന ലഭിച്ചതായും പോലീസ് പറയുന്നുണ്ട്. പ്രതി അമ്പിളിയുടെയും കൊല്ലപ്പെട്ട ദീപുവിന്റെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണം. ഇവരുമായി ബന്ധപ്പെട്ടവരെയും വിശദമായി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ചില സൂചനകൾ സംഘത്തിൽ നിന്ന് ലഭിച്ചെങ്കിലും അമ്പിളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് വിവരം. പ്രതിയുടെ വീട്ടിലും കാറിൽ കയറിയ നെയ്യാറ്റിൻകരയിലും കൊല നടത്തിയ കളിക്കാവിള ഒറ്റാമരത്തും പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ദീപുവിന്റെ സ്ഥാനത്തിലെ ജീവനക്കാർ പോലീസിന് നൽകിയ ചില സുപ്രധാന വിവരങ്ങളെ തുടർന്നാണ് നടത്തിയ അന്വേഷണത്തിൽ മലയം സ്വദേശി കൂടിയായ അമ്പിളിയിലേക്ക് അന്വേഷണം എത്തിയത്. ഇയാൾ പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 59-കാരനായ ഇയാൾ ഇപ്പോൾ സ്പിരിറ്റ് ക്വാറി മണ്ണുമാഫികളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ഇയാൾ കടുത്ത വൃക്ക രോഗത്തിന് ചികിത്സയിലാണ്. ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമെന്ന സൂചന നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പണം ആവശ്യപ്പെട്ട് അടുത്തിടെ ഗുണ്ടാ സംഘം ദീപുവിനെ വിളിച്ചിരുന്നതായി ഭാര്യ വിധു മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം 10 ലക്ഷവും പിന്നീട് 5 ലക്ഷവും ആവശ്യപ്പെട്ടെന്ന് ദീപു പറഞ്ഞു. പണം നൽകാതെയായപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തി. മറ്റൊരു സംഘം 50 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അച്ഛൻ 2 മാസം മുമ്പ് ഇക്കാര്യങ്ങൾ തങ്ങളോട് പറഞ്ഞിരുന്നെന്ന് മകൻ മാധവ് പറഞ്ഞു. ആക്രി കച്ചവടം നടത്തുന്ന നെടുമങ്ങാട് സ്വദേശിമാരുടെ തർക്കത്തെ തുടർന്ന് ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും അവർ വ്യക്തമാക്കി. കൊലപാതകത്തിൽ ആക്രി കച്ചവടക്കാരന് ബന്ധമുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് സംശയിക്കുകയായിരുന്നു. ദീപു എന്തിനാണ് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിൽ അമ്പിളിയെയും ഒപ്പം കൂട്ടിയെന്നത് സംശയകരമാണ്. ദീപുവിന്റെ ജീവനക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്പിളിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങിയത്. CCTV ദൃശ്യങ്ങളിൽ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾ മുടന്തിയാണ് നടന്നിരുന്നത്. ഇതും സംശയത്തിനിടയാക്കി. ദീപുവിന്റെ കൊലയ്ക്ക് പിന്നിൽ മറ്റേതെങ്കിലും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അന്വേഷണ വിധേയമാണ്. തിങ്കളാഴ്ച രാത്രിയാണ് മലയൻകീഴിലെ വീട്ടിൽ നിന്ന് ദീപ് സ്വന്തം കാറിൽ പണവുമായി പോയത്. മാർത്താണ്ഡത്ത് നിന്ന് ഒരു സുഹൃത്ത് കാറിൽ കയറുമെന്ന് ദീപ് വീട്ടുകാരോട് പറയുകയും ചെയ്തു. എന്നാൽ ഇതിനു മുമ്പ് ദീപ് കൊല്ലപ്പെട്ടു. കളിക്കാവിള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാണ് കാറിനുള്ളിൽ ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് തന്നെ അമ്പിളിയെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് കേസിൽ വ്യക്തത വരുമെന്നാണ് തമിഴ്നാട് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.